എന്തോരം ഭക്ഷണം ഉണ്ടെന്ന് പറഞ്ഞാലേ ഫ്രൈഡ് റൈസ് കണ്ട അതാ കഴിക്കുള്ളൂ എന്നുള്ള എന്നെ പോലത്തെ ഒരു ടീം ഉണ്ടെങ്കിലേ അവർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുത്തോളൂ കേട്ടാ. അപ്പൊ അതാ നല്ല സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഫ്രൈഡ് റൈസ്. അതിന് വേണ്ടിട്ടേ ഒരു പാനിലോട്ട് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. അതിന്റെ അകത്തേക്ക് 4 കോഴിമുട്ട ഉപ്പ് ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് ചെക്കി എടുക്കുക. നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ട് ചെക്കി എടുക്കാനായിട്ട്. പിന്നെ അതുപോലെ ഒരുപാടൊക്കെ ഉടഞ്ഞൊന്നും പോവൊന്നും വേണ്ട. എന്നിട്ട് നമ്മൾ ഈ ഒരു മുട്ട അങ്ങോട്ട് മാറ്റി കൊടുക്കുക. എന്നിട്ട് അതേ പാനിലോട്ട് കുറച്ചും കൂടെ ഓയിൽ ഒഴിച്ചിട്ടേ ഒരു 2 വെളുത്തുള്ളി ചെറുതാക്കി അരിഞ്ഞിട്ടാണ് മിക്സ് ചെയ്ത് കൊടുക്കുക. ഒരു 1/4 കപ്പോളം സ്പ്രിംഗ് ഓണിയന്റെ വൈറ്റ് പോർഷൻ ചേർത്ത് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. എല്ലാം നല്ല ഹൈ ഫ്ലെയിമില്. എന്നിട്ട് ഇതിന്റെ അകത്തേക്ക് ഒരു 1/2 കപ്പ് ബീൻസ് ഇട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ സ്വീറ്റ് കോൺ എനിക്ക് ഇഷ്ടമായതുകൊണ്ട് ഞാനത് ചേർക്കുന്നുണ്ട്. ഇനി ഇതിന്റെ അകത്തേക്ക് കനം കുറച്ച് നീളത്തിൽ അരിഞ്ഞൊരു ക്യാരറ്റ് ഇട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒരു 1/2 കപ്പോളം ക്യാപ്സിക്കം കൂടെ ചേർക്കുന്നുണ്ട്. പിന്നെ ഒന്നാണ് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിന്റെ പുറകെ ഒരു 1/4 കപ്പ് സ്പ്രിംഗ് ഓണിയനോട് ചേർത്ത് കൊടുക്കുക. പിന്നെ ഒന്നാണ് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതിനകത്തേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ഒരു 1.5 ടേബിൾ സ്പൂൺ ഉള്ള സോയാ സോസും 1 ടേബിൾ സ്പൂൺ വിനീഗറോട് ചേർത്തിട്ട് പിന്നെ മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതിനകത്തേക്ക് നമ്മൾ ആ ചിക്കി വെച്ചിരിക്കുന്ന മുട്ട ചേർത്ത് കൊടുക്കുക. ഇനി ഫ്രൈഡ് റൈസ് ഒക്കെ ഉണ്ടാക്കുമ്പോഴല്ല നമ്മൾ ഓൾറെഡി എന്തായാലും ചോറ് വേവിച്ച് വെക്കുമല്ലോ, ആ റൈസാണ് ചേർത്ത് കൊടുത്തിരിക്കണേ. ഒറ്റയടിക്കല്ല 2 പ്രാവശ്യമായിട്ട് വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. ആദ്യം കുറച്ച് റൈസ് ചേർത്ത് കൊടുക്കുക. നല്ല മസാലയിട്ട് നല്ലോണം മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് ബാക്കിയുള്ള റൈസോട് ചേർത്തിട്ട് മിക്സ് ചെയ്തെടുക്കണം. എന്നിട്ട് ഇതിനകത്തേക്ക് ഇട്ടല്ലോ കുരുമുളകിന്റെ പൊടി ചേർത്ത് കൊടുക്കുക. പിന്നെ മിക്സ് ചെയ്ത് കൊടുക്കുക. നല്ലൊരു ആവി ഇങ്ങനെ താഴ്ത്തുനിന്ന് ഇങ്ങനെ കയറി വന്നിട്ടേ ഇങ്ങനെ അരിയൊക്കെ ഇങ്ങനെ ടപ്പ് ടപ്പ് എന്ന് പറഞ്ഞിട്ട് പൊട്ടാൻ തുടങ്ങും. ആ സമയത്ത് കുറച്ചും കൂടി സ്പ്രിംഗ് കൂടിയാണ് അതിന്റെ മേലിട്ടിട്ടേ നേരെ അങ്ങനെ അടച്ചു വെച്ചോ. ഇനി നമ്മൾ ഈ ഫ്രൈഡ് റൈസ് സെർവ് ചെയ്യുന്ന സമയത്തുണ്ടല്ലോ ഒരു ഫ്രൈ പാനിൽ കുറച്ചിട്ടിട്ടേ നല്ല ഹൈ ഫ്ലെയിമിൽ അങ്ങോട്ട് ചൂടാക്കുക. എന്നിട്ട് ഒന്ന് സെർവ് ചെയ്യാൻ